പാണ്ടിക്കാട് കുഞ്ഞിനെയും അതുപോലെ തന്നെ ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച ആളുകളെയും 2 മണിക്കൂർ ജയിലിലിട്ട് കാണിക്കാൻ പറ്റും. നമസ്കാരം. കർണാടകയിലെ കൊടകില് ഒരു നറുക്കെടുപ്പ് നടന്നിട്ടുണ്ടായിരുന്നല്ലോ. ആ നറുക്കെടുപ്പിനകത്ത് പലർക്കും തെളിഞ്ഞു കാണും തട്ടിപ്പാണെന്നുള്ളത്. പക്ഷെ പലരും വന്നങ്ങോട്ട് പറയാണ് ഇപ്പൊ അറസ്റ്റ് ചെയ്യും, ഇപ്പൊ ജയിലിനകത്തിടും. പാണ്ടിക്കാട് കുഞ്ഞിന്റെയൊക്കെ പുറകെ നടക്കുകയാണ് പോലീസുകാർ വന്ന് അറസ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ തെളിവ് സഹിതം കുറേ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാം. കാണിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ പിന്നെ കാണിക്കുകയും ചെയ്യാം. ഈ വീഡിയോയിലല്ല, പിന്നെ കാണിക്കാം. ബാംഗ്ലൂരിലെ നഗരത്തിൽ, കർണാടകയിൽ തന്നെ കേട്ടോ, ഈ കൊടക് എന്ന് പറയുന്നതും കർണാടകയാണ്, ബാംഗ്ലൂർ എന്ന് പറയുന്നതും കർണാടകയാണ്. ആ കർണാടകയിൽ ഒരു മാസം 1000-ഓളം മലയാളികൾ പോയിട്ട് പെട്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ പെടുന്നറിയോ? ജോലിയുടെ പേരിൽ. എന്ത് ജോലി? വലിയ വലിയ കമ്പനികളിൽ. ആ കമ്പനികളിലെ ആൾക്കാർ പോലും പറഞ്ഞിട്ടുണ്ടാവില്ല. അശോക് ലൈലൻഡ്, കിയ, മാരുതി സുസുക്കി, ഫ്ലിപ്കാർട്ട്, ആമസോൺ, ഇതിലൊക്കെ ഇവരെ അങ്ങ് സെലക്ട് ചെയ്തു. എങ്ങനെയാണ്? പോര്, ബാഗ് എടുത്ത് കേരളത്തിൽ നിങ്ങൾ പോര്, ഇവിടെ ഇന്റർവ്യൂ ഉണ്ട്, വിശ്വാസം ഇല്ലേ നിങ്ങൾ വന്ന് നോക്കിക്കോ, ഞങ്ങളിവിടെ ഇരിക്കുകയല്ലേ. വ്യാജ ഓഫീസുകൾ ഉണ്ടാക്കി വെച്ചിട്ട് അതിനകത്തോട്ട് കേരളീയരായിട്ടുള്ള മലയാളികളായിട്ടുള്ള ആളുകളെ അവിടെ എത്തിച്ചിട്ട് പച്ചയ്ക്ക് അവിടെ ഡയറക്റ്റ് ഇന്റർവ്യൂ നടത്തി കഴിഞ്ഞിട്ട് നിങ്ങൾ സെലക്ട് ആയി എന്നും പറഞ്ഞിട്ട് 3900 രൂപ മേടിക്കും. എന്നിട്ട് പറയും ഇത് യൂണിഫോം ചാർജ്. അതുപോലെ തന്നെ താമസത്തിനുള്ള സ്റ്റേക്കുള്ള ചാർജ് എന്നും പറഞ്ഞുകൊണ്ട് ഈ എമൗണ്ട് മേടിച്ചിട്ട് വിടും. ഞങ്ങൾ വിളിക്കാം, ഒരാഴ്ച കഴിയുമ്പോൾ പോര്, ജോയിൻ ചെയ്യാൻ റെഡി ആയിട്ട് പോര്. അതല്ലെങ്കിൽ ജോയിൻ ചെയ്യാന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്തോന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു കാട്ടുമുക്കിൽ റൂം എടുത്ത് കൊടുത്തിട്ട് അവിടെ പോയി ഭായിമാരുടെ കൂടെ പോയി കിടത്തും. ഈ ജോലി ഉണ്ടാവത്തില്ല, ഒരു രക്ഷയില്ലാണ്ട് ഇവർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും. അങ്ങനത്തെ ഒരു സ്റ്റേറ്റ് ആണ് ഈ കർണാടക എന്ന് പറയുന്നത്. അവിടെ മാസം 40 ലക്ഷം തട്ടുന്ന, ടോട്ടലി ബാംഗ്ലൂർ ടൗണിൽ ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടത്തി 40 ലക്ഷം തട്ടുന്ന ഒരു സംസ്ഥാനത്ത് കൊടകില് 1 കോടിയുടെ അടുത്ത് വരുന്ന ഒരു സംഖ്യ തട്ടിയെടുത്തതിന്റെ പേരിൽ ഒരു FIR ഇട്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ട് ഈ പാണ്ടിക്കാട് കുഞ്ഞിനെയും അതുപോലെ തന്നെ ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച ആളുകളെയും 2 മണിക്കൂർ ജയിലിലിട്ട് കാണിക്കാൻ പറ്റൂ? ഒന്ന് കാണണം. പലരും പറയുന്നുണ്ടല്ലോ, ഈ വ്ളോഗേഴ്സ് അതുപോലെ തന്നെ റിയാക്ഷൻ ചാനലിലൊക്കെ വന്നിട്ട് തമ്മിൽ ഇടുന്നുണ്ട്. ക്ലിക്ക് ബൈറ്റിനായിരിക്കും, എനിക്കറിയില്ല. പാണ്ടിക്കാട് കുഞ്ഞൻ ഉടൻ അറസ്റ്റിലാകും, പാണ്ടിക്കാട് കുഞ്ഞൻ 2 വർഷം ജയിലിൽ കിടക്കും. ഇങ്ങനെ കൈയിട്ടാനാണോ 2 വർഷം ജയിലിൽ കിടക്കുന്നത്? പോയവരുടെ പൈസ പോയി, അത്രേ ഉള്ളൂ. 8000-ഓളം പേര് 1000 രൂപ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ 8000 പേരുടെ 1000 രൂപയും പോയി. ഇനി ഇതിന് പുറകിലുള്ള ആളുകൾ വിചാരിക്കണം അത് തിരിച്ചു കൊടുക്കണമെങ്കിൽ. അല്ലാണ്ട് ഈ കൈ അവിടെ താത്തിയിട്ട് കുലുക്കിയതിന്റെ പേരിൽ എന്ത് FIR ഇടാനാണ്? ഒരാൾ ഇങ്ങനെയൊക്കെയാ വരുന്നത് നറുക്കെടുക്കാൻ വേണ്ടിയിട്ട്. കാണുമ്പോഴേ അറിയാം സംഭവം തട്ടിപ്പാണെന്നുള്ളത്. ഇതാ ഇങ്ങനെ കൈ വെച്ചിട്ട് എന്നിട്ട് അവളിങ്ങനെ കലക്കി എടുക്കുന്നു, ഒരു പേരിങ്ങ് വിളിക്കുന്നു. ആ പേര് വിളിച്ച ആളുടെ പേര് പറയുമ്പോഴത്തേനും അവിടുന്ന് ഒരാൾ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരുന്നു. ഒരു സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു ക്ലാസ്സിനകത്ത് 50 കുട്ടികളുണ്ടെങ്കിൽ ആ 50 കുട്ടികളിൽ ഒരാളിലെങ്കിലും ഈ പേരുണ്ടാവും. ഇനീഷ്യൽ പോലും പറയാത്ത ഒരാൾ അവിടുന്ന് ചാടി വരുവാ ഞാനാന്നും പറഞ്ഞിട്ട്. ഇതൊക്കെ തട്ടിപ്പാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊരു തെളിവാണ്. അല്ലാണ്ട് ഇത് കോടതി പോയി കഴിഞ്ഞാൽ അതിനകത്ത് ഒട്ടിച്ചു വെച്ച പേപ്പർ ഉണ്ടോ? ഇല്ല. ഇങ്ങനെ പോയവന്റെ അണ്ടറിൽ ഒരു പേപ്പർ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇനി കൈയിട്ട് താത്തിയിട്ട് ഇവൻ ഇത് ഒട്ടിച്ചതിനകത്ത് നിന്നാണ് എടുക്കുന്നുള്ള തെളിവുണ്ടോ? ഇല്ല. കോടതിക്ക് വേണ്ടത് തെളിവാണ് മക്കളെ. ഏതൊരു കേസിലും FIR ഇടണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടിനകത്ത് ഈ ഊഹാപോഹങ്ങൾ വെച്ചിട്ടൊന്നും റിപ്പോർട്ട് ഇടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ അത് മാത്രമല്ല, ഈ ബാംഗ്ലൂർ ജോബ് സ്കാമിന്റെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞു. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ 5 പേര് പോയിട്ട് 4000 രൂപ വെച്ചിട്ട് കൊടുത്തിട്ട് പോകുന്ന കേസുണ്ട്. 20000 ഒറ്റയടിക്ക് ഈ 5 പേരുടെയും കൂടെ 20000 രൂപ അവിടെ കൊടുത്തു പോന്നിട്ട് 2 ആഴ്ചയോളം അവിടെ ഇരുന്നിട്ട് അവർ മനസ്സിലാക്കും തട്ടിപ്പാണ്, ജോലി തരാമെന്ന് പറഞ്ഞ് പറ്റിക്കുകയാണെന്നുള്ളത്. സ്റ്റേഷനിൽ പോയപ്പോൾ സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞാൽ അത് നോക്കാം. എന്നിട്ട് കംപ്ലൈന്റ് സ്ലിപ്പ് അയച്ചു കൊടുത്തു. എവിടെ FIR? ഇല്ല. ഇവർ നോക്കാന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ആ തട്ടിപ്പ് നടത്തിയ ആൾക്കാരെ നമ്പറിലേക്ക് വിളിച്ചിട്ട് അത് റീഫണ്ട് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അതാണ് നോട്ടം. അതുപോലെ ഉന്നതരായിട്ടുള്ള ഉദ്യോഗസ്ഥരിൽപ്പെട്ട ആളുകൾ പറയുന്നത് ബാംഗ്ലൂരിൽ പോയി FIR രജിസ്റ്റർ ചെയ്യാനാണ്. ബാംഗ്ലൂരില് പിന്നെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഇവിടെ FIR ഉണ്ടാക്കാന്ന് പറയുന്നത്. ഈ കേരളത്തില് ഈ കൊടകിൽ നടന്നിട്ടുള്ള തട്ടിപ്പ് പൈസ പോയത് ഇവിടെ ഉള്ളവരുടെ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ മറ്റേ ബാംഗ്ലൂർ സ്കാമിന്റെ കേസിലും പൈസ പോയത് ഇവിടെ ഉള്ളവരുടെ അല്ലേ?
പിന്നെന്താണ് ഇവിടെ പറ്റില്ല എന്ന് ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നത്? ബാംഗ്ലൂരിൽ FIR രജിസ്റ്റർ ചെയ്യാൻ പറയുന്നത് അത് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ കൊടകിൽ FIR രജിസ്റ്റർ ചെയ്യണം. കൊടകിലാണ് തട്ടിപ്പ് നടന്നിട്ടുള്ളത്. കൊടകില് ഈ സ്റ്റേഷൻ പരിധിയിൽ FIR രജിസ്റ്റർ ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് കൊടക് പോലീസ് വന്ന് അറസ്റ്റ് ചെയ്ത് അവരെ അങ്ങോട്ട് കൊണ്ടുപോകണം. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയുന്നില്ല. ബാംഗ്ലൂർ നടക്കുന്ന ജോലി തട്ടിപ്പിന് എതിരെ എന്തുകൊണ്ടാണോ പോലീസുകാർ നടപടി എടുക്കാത്തത്, അതേ കാരണം കൊണ്ട് തന്നെ ഈ കൊടകിനകത്തും ഈ കേസിൽ അവരൊന്നും ചെയ്യില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്റെ അനുഭവത്തിൽ ഞാൻ തെളിവില്ലാണ്ട് സംസാരിക്കില്ല. റെസിപ്റ്റ് ഉണ്ട്. ഈ പറഞ്ഞ ഈ HR റിക്രൂട്ട്മെന്റ് ഏജൻസി എന്നും പറഞ്ഞ് അവിടെ ചെന്നിട്ട് ജോലി കിട്ടിയെന്നും പറഞ്ഞിട്ട് ഈ 4000 രൂപ മേടിച്ചു കൊടുക്കുന്ന സ്ലിപ്പിന്റെ ഫോട്ടോസ് എന്റെ കയ്യിൽ എത്ര എണ്ണം കിടക്കുന്നുണ്ടെന്ന് അറിയാവോ? അങ്ങനെ പച്ചയ്ക്ക് തട്ടിപ്പ് നടക്കുന്ന ആ ഒരു ബാംഗ്ലൂരിലെ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ് ആയിട്ടുള്ള കർണാടകയിലെ കൊടകിലെ ഈ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ഇപ്പൊ പാണ്ടിക്കാട് കുഞ്ഞിനെ വന്ന് പിടിച്ചങ്ങോട്ട് കൊണ്ടുപോയിട്ട് ജയിലിലിടും. നോക്കിയിരുന്നാ മതി. ഒന്നാമതൊരു തെളിവ് പോലും ഇല്ല ഈ കേസിനകത്ത്. ഞാൻ ഫാക്ട്സേ പറയുള്ളൂ. പറയുകയാണെങ്കിൽ എന്നോട് നിങ്ങൾ വീഡിയോ ചെയ്യാൻ പറഞ്ഞു, ഞാൻ ചെയ്തു. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. ഞാൻ ഒന്നാമത് ഈ കാര്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അറിഞ്ഞത് മറ്റേ കാതർക്കരിപ്പുടിയൊക്കെ ഒരു ക്യാൻസർ രോഗിയായിട്ടുള്ള ഒരു പേഷ്യന്റിന് വേണ്ടിയിട്ട് ആ ഒരു വീടിന്റെ കാര്യമൊക്കെ ചെയ്യുന്ന. അപ്പൊ ഇപ്പൊ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല ഒന്നും. ഞാൻ ആ വീഡിയോ ഒക്കെ പിൻവലിച്ചു. ആ വീഡിയോ ചെയ്ത് അവരെ വെച്ചുകൊണ്ടല്ല കേട്ടോ, ഞാൻ എന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടാണ് വീഡിയോ ചെയ്തത്. അത് 400-500 പേര് കണ്ടപ്പോഴേക്കും ഞാൻ ആ വീഡിയോ പിൻവലിക്കുകയും ചെയ്തു. കാരണം എന്താണെന്നറിയോ? ഇതൊക്കെ ഒരുപാട് പേര് ഏറ്റെടുത്തുകൊണ്ട് ഇനിയും സ്കാം ആയിട്ട് വരും. നിങ്ങൾ പൈസ കൊടുത്താൽ നിങ്ങളുടെ പൈസ പോകും, അത്രേ ഉള്ളൂ. ഇതിനകത്ത് എന്ത് പറഞ്ഞിട്ടാണ് ഈ പാണ്ടിക്കാട് കുഞ്ഞെന്ന് പറയുന്ന വ്യക്തി തന്നെ വന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ അള്ളാണെ പടച്ചോ ആണെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്, ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ പറ്റിച്ചിട്ടില്ല ആരെന്നൊക്കെ പറയുന്നുണ്ട്. പറ്റിച്ചു എന്നതിന് തെളിവില്ല, പറ്റിച്ചില്ല എന്നതിനും തെളിവില്ല. ഇതിനകത്ത് എന്ത് വെച്ചിട്ടാണ് FIR ഇടുന്നത് എനിക്കറിയത്തില്ല. എന്ത് വെച്ചിട്ടാണ് ഈ പറഞ്ഞ ആൾക്കാരെയൊക്കെ പിടിച്ച് ജയിലിലിടുന്നത്? പൈസ പോയവരുടെ പോയി. ഇനി ഇൻ കേസ് അങ്ങനെ കേരളത്തിൽ വെച്ചിട്ട് എന്തെങ്കിലും സെറ്റിൽമെന്റ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഈ മേടിച്ച ആൾക്കാർ, ഈ കൂപ്പണൊക്കെ മേടിച്ച ആൾക്കാർ തിരിച്ച 1000 രൂപ എല്ലാവർക്കും തിരിച്ചു കൊടുക്കണം. ഈ 8000 സംതിങ് ആൾക്കാർക്ക് എല്ലാം തിരിച്ചു കൊടുക്കണം. എന്നെങ്കിൽ ഈ കാര്യം സെറ്റിൽ ആവും. അതല്ലാതെ ഇവർക്കൊന്നും 1000 രൂപ വെച്ച് കിട്ടാൻ പോകുന്നില്ല. FIR ഇട്ടാലും ജയിലിലടച്ചാലും ഒന്നും കിട്ടാൻ പോകുന്നില്ല. ജയിലിലടച്ച് കാണിക്കട്ടെ, ഞാൻ പറയുന്നില്ലേ, കാണിക്കട്ടെ. ഒരു 2 മണിക്കൂറെങ്കിലും ഈ ഒരു കേസിൽ ഈ പാണ്ടിക്കാട് കുഞ്ഞാനെയോ അതിന്റെ പുറകിൽ പ്രവർത്തിച്ച ആളുകളെയോ പിടിച്ചുകൊണ്ട് ജയിലിലിട്ടൊന്ന് കാണിക്കട്ടെ. സിസ്റ്റമാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നവർ രക്ഷപ്പെടുന്നത് എങ്ങനെയാണ്. നിങ്ങൾ ഒരു സീനിയർ ആയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റിനോട് ചോദിക്കുക, ഒരു 100 കോടി തട്ടിയെടുത്തവന് കിട്ടാൻ പോകുന്ന മാക്സിമം ശിക്ഷ എന്താന്നുള്ളത്. നിങ്ങളത് മസ്റ്റായിട്ട് ചോദിക്കണം, സംശയമുള്ളവർ. അത് കേട്ട് കഴിഞ്ഞാൽ എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ ചിലപ്പോൾ അതിനകത്ത് സാമ്പത്തിക തട്ടിപ്പ് നടത്തിപ്പോവും. അതാണ് ഇവിടുത്തെ അവസ്ഥ. 10,000 കോടി കൊണ്ട് മുങ്ങി, 1000 കോടി കൊണ്ട് മുങ്ങി. ഈ കേസ് വലിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ 1 കോടി തട്ടിയവനാണെങ്കിൽ അവനൊരു 20 ലക്ഷം മുടക്കിയ എന്താ അവന് ചെലവുള്ളത്? അവൻ തട്ടിപ്പ് നടത്തി ഉണ്ടാക്കിയ പൈസയല്ലേ? കോടതിയിൽ വെച്ചിട്ട് ഈ സാധനം ഇങ്ങനെ നീട്ടി കൊണ്ടുപോകാൻ ഞാൻ ആലോചിക്കുമായിരുന്നു, നമ്മളൊക്കെ എത്ര മണ്ടന്മാരാന്നുള്ളത്. ഈ 1000 രൂപ തട്ടിയെടുത്തു, അവർ കള്ളത്തരത്തിൽ ഈ ലോട്ടറി എടുത്തു, തെളിവില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ സംശയം ഉണ്ടെങ്കിൽ ആ സ്പോട്ടില് ആ മറ്റേ ചില്ലും കൂടി കമഴ്ത്തി വെക്കാൻ പറയണം, ഒട്ടിച്ചിട്ടുണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വീഡിയോ എടുക്കണം. എടുത്തിട്ടുണ്ടെങ്കിൽ പല നടപടി എന്തെങ്കിലും ഉണ്ടായേനെ. ഇതിപ്പോ ലോക്കൽ പരിധിയിലാവുമ്പം കൂർഗ് പോലീസാണ് അന്വേഷിക്കാൻ പോകുന്നത്. കൂർഗ് എന്ന് പറഞ്ഞാൽ കൊടക് പോലീസാണ് അന്വേഷിക്കാൻ പോകുന്നത്. അവരെ അന്വേഷിച്ച് FIR ഒക്കെ ഇട്ട് ഈ പറഞ്ഞ പാണ്ടിക്കാട് കുഞ്ഞാനെയൊക്കെ ഒന്ന് അറസ്റ്റ് ചെയ്ത് ജയിലിടുന്നത് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഈ റിയാക്ഷൻ ബ്ലോഗേഴ്സ് ഒക്കെ പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ അതാ നിങ്ങൾ വിചാരിക്കും, തെറ്റിദ്ധരിക്കുകയാണ് കേട്ടോ, തെറ്റിദ്ധരിക്കപ്പെടരുത്. ഇപ്പൊ തന്നെ പാണ്ടിക്കാട് കുഞ്ഞാനെ വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമെന്ന് വിചാരിക്കും. അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്ത് വിടുമായിരിക്കും, അത്രേ ഉള്ളൂ. ഇതിനകത്തൊക്കെ വരാൻ പോകുന്ന കാര്യങ്ങൾ. ഞാൻ ഈ വീഡിയോ അവസാനിക്കുന്നതിന് മുന്നേ ആയിട്ടൊരു കാര്യം പറയാണ്, പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾ ഈ ബാംഗ്ലൂരിലെ ഇന്റർവ്യൂ ജോബ് എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേക്കുക. വലിയ DHL പോലുള്ള കമ്പനികൾ, അശോക് ലൈലൻഡ് പോലുള്ള കമ്പനികൾ, ഇങ്ങനെയുള്ള കമ്പനികളിലൊക്കെ ജോലിയുണ്ടെന്നും പറഞ്ഞിട്ട് ഡയറക്ടർ റിക്രൂട്ട്മെന്റ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കും. പൈസ ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് വിളിക്കും. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് നിങ്ങൾ സെലക്ട് ആയി, 3500 കൊടു, 4000 കൊടു, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇനി നിങ്ങൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ 500 താ എന്നും പറയും. കാരണം എന്താ, അത് യൂണിഫോം മേടിക്കണ്ടേ, നിങ്ങൾക്ക് യൂണിഫോം തയ്പ്പിക്കണമല്ലോ. ഇതൊക്കെയാണ് ബാംഗ്ലൂർ, ഇതൊക്കെയാണ് കർണാടക.
ആ കർണാടകയാണ് ഈ കൊടക്. ഞാൻ നിർത്തുന്നു. ബൈ.